കൂടുതൽ വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ കോളേജ് മാനേജ്മെന്റിന്റെ പിടിവാശിയാണ് വിദ്യാർത്ഥിയുടെ ജീവനെടുത്തതെന്നാണ് സഹപാഠികളുടെ ആരോപണം. മറ്റു കോളേജുകളിൽ ക്രെഡിറ്റ് സ്കോർ 18 ആക്കിയിട്ടും 22 സ്കോർ വേണമെന്ന നിബന്ധന കോളേജ് തുടരുന്നതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു. സേ പരീക്ഷകൾക്കായി ഉയർന്ന ഫീസ് നിരക്ക് ഈടാക്കുന്നതിലും വിമർശനമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിനെ നേരിൽ കണ്ട് വിദ്യാർത്ഥികൾ പരാതി നൽകി. ഇയർ ബാക്ക് താൽക്കാലികമായി സർവകലാശാല പിൻവലിച്ചതാണെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കേൾക്കാം. KTUവിന് കീഴിലുള്ള കോളേജുകളൊക്കെ ആ സിസ്റ്റം സ്വാഭാവിക നിലയിൽ അത് ഫോളോ ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരു ഓട്ടോണമസ് കോളേജ് എന്ന നിലയിൽ അവർക്ക് അവരുടെ അക്കാഡമിക് കൗൺസിലിന് ഓട്ടോണമസ് കോളേജുകൾക്കുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ടാണ് കോതമംഗലം കോളേജ് ആ ഇയർ ബാക്ക് സിസ്റ്റം പിൻവലിക്കുവാൻ തയ്യാറാവാതെ നിന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ, അവിടുത്തെ കോളേജിലെ വിദ്യാർത്ഥികൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇങ്ങനൊരു സിസ്റ്റം അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ കോളേജ് അത് പിൻവലിക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല. എന്തായാലും ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ ഒരു സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്നത് അത്യന്തം ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാവും. പോലീസ് നിലവിൽ ഞാൻ ജില്ലാ പോലീസ് മേധാവിയുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഇതിനോടകം തന്നെ കേസെടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഞാൻ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിയും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുവാനായിട്ട് കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. അർജുൻ, ഈ വിദ്യാർത്ഥിയുടെ മരണം അത് ഇയർ ബാക്ക് മൂലം അതിന്റെ മനോവിഷമത്തിലാണെങ്കിൽ എത്രത്തോളം വിദ്യാർത്ഥികൾ അതിന്റെ ഒരു വിഷമം അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. ഈ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. നോക്കൂ, മറ്റു കോളേജുകളിലൊക്കെ ക്രെഡിറ്റ് സ്കോർ 18 ആക്കിയിട്ടും ഈ കോളേജിലുള്ളത് അത് 22 ആണ്. അതിപ്പോൾ സജോ നേരത്തെ വിശദീകരിച്ചതുപോലെ കോളേജ് പറയുന്നത് അതൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനാണ് അത്തരമൊരു സ്കോർ നിലനിർത്തുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ എത്രത്തോളം ശാസ്ത്രീയമാണ്, വിദ്യാർത്ഥികളുടെ പക്ഷം എത്രത്തോളം ആലോചിച്ചിട്ടാണ് എന്നുള്ള ചോദ്യമൊക്കെ നിലനിൽക്കുന്നതാണ്. മാത്രമല്ല, ഇവർ പറയുന്ന ഒരു എക്സാം, ഇപ്പോൾ ഒരു സപ്ലൈ എക്സാം, സേ എക്സാം എഴുതുന്നതിന് ഒരു പേജിന് 6000-ഓളം രൂപയാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതിപ്പോൾ ലാബ് വിഷയമാണെങ്കിൽ അത് 9000-ഓളം അധികം വരും. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ നമ്മളൊരു പേപ്പർ എഴുതിയെടുക്കാൻ 6000 രൂപയും 9000 രൂപയും ഒക്കെ ചെലവാക്കുകയോ? ഉറപ്പായും അതിൽ ചോദ്യമുണ്ടല്ലോ അർജുൻ. റോഷ്നി, ഗുരുതരമായ ആരോപണമാണ്, പരാതികളാണ് ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഇന്നലെ രാത്രി ഈ വിദ്യാർത്ഥികൾ ആശുപത്രിയിലെത്തി, അതിനുശേഷം പോലീസ് സ്റ്റേഷനിലടക്കം എത്തി വലിയ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ കാലമായി തന്നെ ഈ കോളേജ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പലതരത്തിലുള്ള പരാതികളും ഉയർന്നിരുന്നു. മാത്രവുമല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ റോജി എം ജോണിനെ വിദ്യാർത്ഥികൾ നേരിട്ട് പോയി കണ്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു. ആ വിദ്യാർത്ഥികളുടെ മുന്നിൽ നിന്ന് തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ കോളേജ് മാനേജ്മെന്റുമായി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ക്രെഡിറ്റ് സ്കോർ കുറക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്നാണ് മന്ത്രിയടക്കം പറയുകയും ചെയ്തത്. അതായത് ഇത് ഏതെങ്കിലും ഒരു പേപ്പറിൽ തോക്കുന്നതല്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ തോൽക്കുന്നതല്ല ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ വേണ്ടി നിശ്ചയിക്കുന്നതാണ്. KTU അത് നേരത്തെ 18 നിശ്ചയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പലർക്കും ഇയർ ബാക്ക് ഭീഷണി വന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞയാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം ഇത്തവണ ഇയർ ബാക്ക് ഒഴിവാക്കി നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ അപ്പോഴും ഓട്ടോണമസ് കോളേജായ MA കോളേജ് അതിന് തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, വിദ്യാർത്ഥികൾ പറയുന്നത് നേരത്തെ MA കോളേജിൽ ക്രെഡിറ്റ് സ്കോർ ഏതാണ്ട് 30-ന് മുകളിലായിരുന്നു എന്നാണ്. അതിനുശേഷം വലിയ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് അത് 22-ലേക്ക് താഴ്ന്നത്. പക്ഷേ അപ്പോഴും പല വിദ്യാർത്ഥികൾക്കും ഈ പ്രതിസന്ധി നേരിടുകയും ചെയ്തു. ഈ മിച്ചി മുർപ്പു അടക്കമുള്ള വിദ്യാർത്ഥികൾ ഇതിന് ഇരയായവരാണ്. മിച്ചി ഏതാണ്ട് 1.5 മാസമായി മിച്ചിയെ ക്ലാസ്സിൽ കയറ്റിയിട്ടില്ല. അരുണാചൽ പ്രദേശിൽ നിന്ന് വന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പുറത്ത് പെയിൻ ഗസ്റ്റായി താമസിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഈ കോളേജിലെ പല നടപടികൾക്കെതിരെയും വിദ്യാർത്ഥികൾ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള മെമ്മോ നൽകി കഴിഞ്ഞാൽ അതിന് തൊട്ടു പിന്നാലെ ഈ രക്ഷിതാക്കളെ അടക്കം കൊണ്ടുവരാൻ വേണ്ടി കോളേജ് ആവശ്യപ്പെടും. ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ രക്ഷിതാക്കൾക്ക് നേരിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയുക തുടങ്ങിയ ചോദ്യങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ KTU ഒരു തീരുമാനമെടുത്തപ്പോൾ മിച്ചി അടക്കമുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു. സ്വാഭാവികമായും KTUവിൽ അഫിലിയേറ്റഡ് ആയ ഒരു കോളേജ് എന്ന നിലയിൽ സ്വാഭാവികമായും അതിൻ്റെ ആനുകൂല്യം ഈ കോളേജിനും ലഭിക്കുമെന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷേ അവിടെ മാനേജ്മെന്റ് പിടിവാശി കാണിച്ചു. 22 എന്ന ക്രെഡിറ്റ് സ്കോറിൽ നിന്ന് ഒരു സ്കോർ പോലും കുറക്കാൻ അവർ തയ്യാറായിട്ടില്ല. നേരത്തെ നമ്മൾ പറയുന്നത്
18 KTUവിന്റെ ക്രെഡിറ്റ് സ്കോറായി നിശ്ചയിച്ചിരുന്നത്. അവിടെ പോലും സർവകലാശാല ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അത്തരത്തിൽ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. പക്ഷേ 22 നിന്ന് 18 കുറക്കാൻ പോലും ഈ കോളേജ് തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ പ്രിൻസിപ്പലിനെയും മാനേജ്മെന്റിനെയും കണ്ട ഈ വിഷയങ്ങളൊക്കെ തന്നെ സംസാരിക്കുമ്പോഴും അവരും പൂർണ്ണമായും അവഗണിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വിളിച്ചിട്ട് പോലും ഈ മാനേജ്മെന്റ് കേൾക്കുന്നില്ല എന്നതാണ് മന്ത്രി തന്നെ പറയുന്നത്. സ്വാഭാവികമായും അക്കാദമിക് കൗൺസിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന് പ്രായോഗിക വശങ്ങളടക്കം പരിശോധിക്കണമെന്നതാണ് മന്ത്രി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് മാറും എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിലാണ്. വരും ദിവസങ്ങളിലും പ്രതിഷേധം കനക്കുമെന്ന കാര്യം ഉറപ്പാണ്. നാളെ SFI അടക്കം കോളേജിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഈ വിഷയത്തിൽ ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ മാനേജ്മെന്റ് ഒഴിവാക്കണം അല്ലെങ്കിൽ അവ ഉപേക്ഷിക്കണം എന്നൊരു ആവശ്യമാണ് വിദ്യാർത്ഥികൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ കുറിപ്പടക്കം പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം എന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും കർശന നടപടി ഉണ്ടാവേണ്ട വിഷയം തന്നെയാണ്. വിദ്യാർത്ഥികൾ ആവർത്തിച്ചു പറയുന്നുണ്ട്, പ്രതിഷേധം ഇവിടെ തീരുന്നില്ല, തങ്ങളുടെ അവകാശങ്ങൾ തങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അത് അംഗീകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് ഇനി തുടർ ദിവസങ്ങളിൽ പോകുമെന്നുള്ളത് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നതാണ്.